നമസ്കാരം. ദൃഢത്തിലേക്ക് സ്വാഗതം. റഷ്യയുടെ മാരകമായ ആക്രമണത്തെ തുടർന്ന് ഉക്രൈനിൽ രൂക്ഷമാകുന്ന സംഘർഷത്തെക്കുറിച്ചും തെക്കൻ ലബനാനിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. കൂടാതെ ചന്ദ്രനിലെ ആഘാതവുമായി ബന്ധപ്പെട്ട സവിശേഷമായ ഒരു ശാസ്ത്രീയ മുന്നേറ്റത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. ഉക്രൈനിലെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കീവിലും പരിസര പ്രദേശങ്ങളിലും റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് 21 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന് ഉക്രൈനിയൻ അധികൃതർ വീണ്ടും ആവശ്യപ്പെട്ടു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നും സൈനിക വിതരണ കേന്ദ്രങ്ങൾ എന്നും വിശേഷിപ്പിച്ച ഇടങ്ങളിലാണ് ആക്രമണം നടന്നത്. എന്നാൽ ജനവാസ മേഖലകളിൽ ഉണ്ടായ ഈ ആക്രമണം വലിയ നാശനഷ്ടങ്ങൾക്കും മരണങ്ങൾക്കും ഇടയാക്കി. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. തങ്ങളുടെ നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങളെ നേരിടാൻ അപര്യാപ്തമാണെന്ന് ഉക്രൈനിയൻ അധികൃതർ വ്യക്തമാക്കി. പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്ന് കൂടുതൽ പാട്രിയറ്റ് സംവിധാനങ്ങളും അത്യാധുനിക പ്രതിരോധ സാങ്കേതികവിദ്യയും ലഭ്യമാക്കുന്നതിനായി കീവ് നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈനിന്റെ സൈനിക ശേഷി തകർക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണങ്ങൾ മൂലമുള്ള മാനുഷിക ദുരന്തം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉക്രൈനിന്റെ ഊർജ്ജ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിർത്തികളിലും ഉൾപ്രദേശങ്ങളിലും ഇരുപക്ഷവും തമ്മിലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ടെറ്ററിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത് ഒമാനിലെ തൊഴിൽ വിപണിയിൽ സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ റോഡ് മാപ്പിന് ഔദ്യോഗികമായി തുടക്കമായി. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിച്ചും ഭരണപരമായ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തിയും കൂടുതൽ കാര്യക്ഷമമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഒമാന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. ആഗോള വിപണിയുടെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് മാനവവിഭവശേഷിയെ സജ്ജമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, ബിസിനസ് നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, പ്രാദേശികവും അന്തർദേശീയവുമായ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന തൂണുകൾ. തൊഴിൽ നിയമങ്ങളിൽ വരുത്തുന്ന ഈ മാറ്റങ്ങൾ വഴി തൊഴിൽ വിപണിയിലെ തടസ്സങ്ങൾ നീക്കി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ അധികൃതർ ഉദ്ദേശിക്കുന്നു. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഈ നയപരമായ മാറ്റം നിർണായകമാകും. സുസ്ഥിര വികസനത്തിനും സ്വദേശി തൊഴിൽ സേനയെ ശാക്തീകരിക്കുന്നതിനും ഈ പദ്ധതി മുൻഗണന നൽകുന്നു. പദ്ധതിയുടെ നടത്തിപ്പിനായി സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ മേഖലയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള വിവിധ വ്യവസായ മേഖലകളിൽ ദീർഘകാല സാമ്പത്തിക സ്ഥിരതയും തൊഴിലവസരങ്ങളും ഉറപ്പാക്കാൻ ഈ നടപടികൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ടെറ്ററിന് വേണ്ടി റിപ്പോർട്ട്. തവക്കൽന ആപ്ലിക്കേഷൻ തങ്ങളുടെ ഡിജിറ്റൽ സേവനങ്ങളുടെ പട്ടിക വിപുലീകരിച്ചു. ജൂലൈ മാസത്തിൽ മാത്രം 40 പുതിയ സേവനങ്ങളാണ് ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 24 സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ഈ സേവനങ്ങൾ നടപ്പിലാക്കിയത്. രാജ്യത്തിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഉപയോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം, മാധ്യമ മന്ത്രാലയം, ഹജ്ജുംറ മന്ത്രാലയം, മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം, സൗദി ടൂറിസം അതോറിറ്റി, ജനറൽ അതോറിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ സൗദി സ്റ്റാൻഡേർഡ്സ്, മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ, കിങ് അബ്ദുൽ അസീസ് സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും ഇതിൽ പങ്കാളികളാണ്. ജൂൺ മാസത്തിൽ 40 സർക്കാർ, സ്വകാര്യ, ലാഭരഹിത സംഘടനകളുമായി ചേർന്ന് 160 സേവനങ്ങൾ തവക്കൽനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, മുനിസിപ്പൽ സേവനങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിലെ സേവനങ്ങളാണ് അന്ന് ലഭ്യമാക്കിയത്. സൗദി അറേബ്യയുടെ ഡിജിറ്റൽ പരിവർത്തന ലക്ഷ്യങ്ങളുടെ ഭാഗമായി പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് തവക്കൽനയിലൂടെ ലക്ഷ്യമിടുന്നത്. ടെറ്ററിന് വേണ്ടി റിപ്പോർട്ട്. ജർമ്മനിയിലെ ഒരു പ്രധാന വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി സുരക്ഷാ നടപടികൾ തടസ്സപ്പെട്ടു. ഉക്രൈനിയൻ കാർഗോ വിമാനത്തിന് സമീപം ആളില്ലാ വിമാനം അഥവാ ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. മുൻകരുതൽ നടപടിയായി ജർമ്മൻ പോലീസ് ബോംബ് നിർവീര്യമാക്കുന്ന പ്രത്യേക റോബോട്ടിനെ റൺവേയിൽ വിന്യസിച്ചു. ഇതോടെ വിമാനത്താവളത്തിൽ പരിഭ്രാന്തി പരക്കുകയും യാത്രക്കാരുടെയും സുരക്ഷയും കണക്കിലെടുത്ത് നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു.
ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഡ്രോൺ എവിടെ നിന്നാണ് വന്നതെന്നും അത് എത്രത്തോളം ഭീഷണിയാണെന്നും കണ്ടെത്താൻ പോലീസ് പ്രദേശം പൂർണ്ണമായും അടച്ചുപൂട്ടി പരിശോധന നടത്തി. ഉക്രൈനിയൻ വിമാനത്തിന് ചുറ്റുമുള്ള പ്രദേശം സുരക്ഷിതമാക്കിയെങ്കിലും ഡ്രോണിന്റെ സാന്നിധ്യം കാരണം വിമാന സർവീസുകൾ മണിക്കൂറുകളോളം വൈകുകയും പലതും റദ്ദാക്കുകയും ചെയ്തു. നിലവിൽ സാഹചര്യം നിയന്ത്രണവിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്താവളത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ഡ്രോൺ എങ്ങനെ ഉള്ളിലെത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല, നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡ്രോൺ നിയന്ത്രിച്ചതാരെന്ന് കണ്ടെത്താൻ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചുവരികയാണ്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുമ്പോൾ വിമാനങ്ങളുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് വ്യോമയാന അധികൃതർ വ്യക്തമാക്കി. ടെഡ്രന് വേണ്ടി റിപ്പോർട്ട്. അധിനിവേശ ജെറുസലേമിലെ ഇസ്രായേലിന്റെ നിയമവിരുദ്ധ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനായി രൂപീകരിച്ച അറബ് മന്ത്രിതല സമിതി അമ്മാനിൽ ചേർന്ന യോഗത്തിനുശേഷം ഔദ്യോഗിക സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഈ ബുധനാഴ്ച നടന്ന യോഗത്തിൽ നഗരത്തിന്റെ പദവിയെയും ജനസംഖ്യാഘടനയും ബാധിക്കുന്ന നടപടികൾക്കെതിരെ ഏകീകൃതമായ ഒരു പ്രാദേശിക പ്രതികരണം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങളുടെ ചരിത്രപരവും നിയമപരവുമായ നിലവിലെ അവസ്ഥ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ പങ്കെടുത്ത മന്ത്രിമാർ ഊന്നൽ നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനായി നയതന്ത്ര സമ്മർദ്ദങ്ങൾ ശക്തമാക്കാനും യോഗം ആഹ്വാനം ചെയ്തു. അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധികൃതർ ഏകപക്ഷീയമായി നടത്തുന്ന ഇടപെടലുകൾ സുസ്ഥിരമായ സമാധാന പ്രക്രിയയ്ക്ക് വലിയ തടസ്സമാണെന്ന് സമിതി വ്യക്തമാക്കി. ജെറുസലേമിലെ ജനങ്ങളുടെ അതിജീവനത്തെ പിന്തുണയ്ക്കാനും നഗരത്തിന്റെ അറബ്, ഇസ്ലാമിക, ക്രിസ്ത്യൻ സ്വത്വം സംരക്ഷിക്കാനും അറബ് ലീഗ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ ആവർത്തിച്ചു. ആഗോള രാഷ്ട്രീയ അജണ്ടയിൽ ജെറുസലേമിലെ സാഹചര്യം പ്രധാന വിഷയമായി നിലനിർത്താനുള്ള സമിതിയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ യോഗം നടന്നത്. നഗരത്തിന്റെ നിയമപരമായ പദവിയെ അട്ടിമറിക്കുന്ന ഏത് നടപടിയും അന്താരാഷ്ട്ര നിയമപ്രകാരം അസാധുവാണെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത നയതന്ത്ര പ്രതിനിധികൾ വ്യക്തമാക്കി. പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആഗോള ശക്തികളോട് അവർ ആവശ്യപ്പെട്ടു. ടെഡ്രന് വേണ്ടി തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം ആരംഭിച്ചു. മേഖലയിലെ താമസക്കാർക്ക് അടിയന്തരമായി ഒഴിഞ്ഞുപോകാമെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം. തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സൈനിക നടപടിയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഒഴിഞ്ഞുപോകാമെന്ന നിർദ്ദേശം വന്നതോടെ ജനങ്ങൾ കൂട്ടത്തോടെ സുരക്ഷിത താവളങ്ങൾ തേടി വടക്കൻ മേഖലകളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആക്രമണത്തിന്റെ തീവ്രത വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ചും മേഖലയിലെ അസ്ഥിരതയെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ട്. ബാധിക്കപ്പെട്ട മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ എമർജൻസി സർവീസുകൾക്ക് വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടിവരുന്നത്. സംഭവവികാസങ്ങൾ ദൃഢത നിരീക്ഷിച്ചുവരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്പേസ് എക്സ് റോക്കറ്റിന്റെ ഒരു ഭാഗം ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി ഇടിച്ചിറങ്ങിയിരിക്കുന്നു. ഇത് പ്ലാനറ്ററി ജിയോളജിസ്റ്റുകൾക്ക് ശാസ്ത്രീയ പഠനത്തിനായുള്ള അപ്രതീക്ഷിതവും അപൂർവവുമായ ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു അപകടമാണെങ്കിലും ചന്ദ്രന്റെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്ക് ലഭിച്ച ഒരു അമൂല്യ സമ്മാനമാണിതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ചന്ദ്രന്റെ മറുഭാഗത്ത് നടന്ന ഈ കൂട്ടിയിടിയിലൂടെ ഒരു പുതിയ ഗർത്തം രൂപപ്പെടും. കോടിക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ കിടക്കുന്ന ഉപരിതലത്തിന് താഴെയുള്ള വസ്തുക്കളെക്കുറിച്ച് പഠിക്കാൻ ഇത് ശാസ്ത്രജ്ഞരെ സഹായിക്കും. കൂട്ടിയിടിയെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങളെയും ഗർത്തത്തെയും നിരീക്ഷിക്കുന്നതിലൂടെ ചന്ദ്രന്റെ പുറംതോടിന്റെ സാന്ദ്രതയും ഘടനാപരമായ സവിശേഷതകളെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ജിയോളജിസ്റ്റുകളുടെ പ്രതീക്ഷ. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഈ വിവരങ്ങൾ വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ചന്ദ്രനിൽ മനുഷ്യന്റെ ദീർഘകാല സാന്നിധ്യവും വിഭവങ്ങൾ വേർതിരിച്ചെടുക്കലും ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളുടെ പദ്ധതികൾക്ക് ഇത് മുതൽക്കൂട്ടാകും. വർഷങ്ങളായി ബഹിരാകാശത്ത് അലഞ്ഞുതിരിഞ്ഞു നടന്ന ഈ റോക്കറ്റ് ഭാഗം ഒടുവിൽ ഒരു വിലപ്പെട്ട ശാസ്ത്രീയ ഉപകരണമായി മാറിയിരിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്താൻ ഗവേഷകർ ഇപ്പോൾ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ സഹായം തേടുന്നുണ്ട്. ഇത് ഗ്രഹങ്ങളിലെ കൂട്ടിയിടികളെക്കുറിച്ചുള്ള പഠനങ്ങളെ കൂടുതൽ കൃത്യമാക്കാനും ചന്ദ്രന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കും. ടെഡ്രന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞങ്ങൾ നടത്തിയ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൃത്യതയാർന്ന വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ടെഡ്രന് സത്യം ആദ്യം, വാർത്ത പിന്നീട്.